This week, according to the Jewish calendar, is the week of Pentecost. Pentecost പെരുന്നാൾ ആഘോഷിക്കുന്ന സമയം. ആമേൻ. യഹൂദ മതാചാര പ്രകാരം പെന്തിക്കോസ്ത് ആചരണത്തിന്റെ ഒരു ആഴ്ചയായിട്ട് നാം കാണുന്നു. Amen. And we don't celebrate those kind of festivals and things like that. ആമേൻ. ആ ആചാരങ്ങൾ നമ്മൾ ആചരിക്കത്തില്ല എങ്കിൽ പോലും, But it is an important week for us as well. നമുക്ക് ഇതൊരു വലിയൊരു പ്രാധാന്യമുള്ള ആഴ്ചയെ കാണുന്നു. Because we see in the book of Acts chapter 2 about 1993 years ago, amen, the Spirit of God fell during this week. ആമേൻ. 1993 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് പെന്തക്കോസ്ത് നാളിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്കകത്തേക്ക് ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങിയത്. പരിശുദ്ധ രൂഹ ജനത്തിന്റെ മേൽ the Spirit of God fell upon the people, and it says Peter preached the gospel and the church was established. ആമേൻ. അവിടെയാണ് ആ സഭാ കൂട്ടങ്ങളുടെ മുമ്പാകെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അവിടെയാണ് അഭിഷേകം ഇറങ്ങിയത്. ആമേൻ. ദൈവസഭ ആരംഭിച്ച ദിവസം, the day when the church began was that Pentecostal day. ആമേൻ. ആ പെന്തക്കോസ്ത് ദിവസമാണ് സഭയുടെ ആദ്യ ദിനം എന്ന് സഭ ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു. And so today is actually Pentecost Sunday that we recognize in our Christian calendar. ആമേൻ. നമ്മൾ ഇന്നും പെന്തക്കോസ്ത് ദിനം ഈ സഭയിൽ ഈ ഞായറാഴ്ചയിൽ നാം ആചരിക്കുന്നു. Amen. And so this morning I decided, because the timing is perfect, let us talk about the church today. ആമേൻ. ഇന്ന് ഈ സമയത്തിനനുസരിച്ച് നമ്മൾ ഇന്നത്തെ സഭയെ പറ്റി നമുക്ക് പറയാം. Amen. This morning the title of my message is Happy Birthday Church. ആമേൻ. സഭയുടെ ജന്മദിനം എന്നുള്ള തലക്കെട്ടോടു കൂടി ഞാൻ ആരംഭിക്കട്ടെ. Today morning we are going to talk about the doctrine of the church. What does the Bible teach about the church of God? ദൈവസഭയെ പറ്റി എന്താണ് വചനം പഠിപ്പിക്കുന്നതെന്ന് പറ്റി നാം ആഴമായി ചിന്തിക്കാം. Pentecostal church has 16 fundamental doctrines, and one of the fundamental doctrines is our doctrine concerning the church of God. ആമേൻ. 16 അടിസ്ഥാന ഉപദേശങ്ങളിൽ കൂടി ആയിരിക്കുന്ന പെന്തക്കോസ്ത് സഭയിൽ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ദൈവസഭയെ പറ്റി, ദൈവസഭ എങ്ങനെ ആരംഭിച്ചിരിക്കുന്നതിനെ So we പറ്റിയാണ്. need to have a good understanding from the word of God. What is the church? What is the assignment of the church? And this morning I want to finish that. I have a word from the Lord and I need to finish on time. So you all pray for me. ആമേൻ. ദൈവസഭ എന്താണെന്നും ദൈവസഭയെ എന്താണ് അടിസ്ഥാന ഉപദേശമെന്നും ഇന്നത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാൻ പോവുകയാണ്. Amen. Let's turn our attention to the Gospel of Matthew chapter 16 verse 18 and 19. ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 16ന്റെ 18 19 വായിക്കാം. I'm going to read verse 18. Follow along. It says there, it says like this, and I also say unto you that you are Peter, and on this rock I will build my church, and the gates of Hades shall not prevail against it. 18 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. This is the first time the word church is used in the New Testament. ആമേൻ. ആദ്യമായി പുതിയ നിയമത്തിന്റെ അകത്ത് ഈ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇവിടെയാണ്. Here Jesus is talking to Peter and his disciples. ആമേൻ. യേശുക്രിസ്തു പത്രോസിനോടും തന്റെ ശിഷ്യന്മാരോടും ഇങ്ങനെ പറയുന്നു, സംസാരിക്കുന്നു. And he's saying, upon this rock, we all know this, I will build my church. ആമേൻ. നീ ഒരു പാറയാകുന്നു, അതിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. The question is, what is that rock? ഈ പാറ ഏത് പാറയാ? ഏത് പാറയാണെന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. Amen. Some people preach that this rock is Peter. ആമേൻ. പത്രോസ് ആകുന്നു ആ പാറയെന്ന് ചിലർ പ്രസംഗിക്കുന്നുണ്ട്. Some people preach that this rock is Jesus Christ. യേശുക്രിസ്തുവാണ് ആ പാറയെന്ന് പലർ പറയുന്നു. Some people preach this is the revelation of who Jesus is. ആമേൻ. യേശുക്രിസ്തു ആരെന്നുള്ള ഒരു വെളിപ്പാടിനെ പറ്റിയാണ് ഇതിന് പറയുന്നത്. നല്ല വ്യാഖ്യാനങ്ങളാണെങ്കിൽ ഇതൊന്നും അല്ല ശരിയായ വ്യാഖ്യാനം. ആമേൻ. എല്ലാ വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല ശരിയായ വ്യാഖ്യാനം എന്ന് പറയുന്നത്. They are standing in Philippus, Caesarea. ആമേൻ. അസീറിയയിൽ നിൽക്കുന്ന ഒരു സമയം. Philippus, Caesarea. 13ാമത്തെ വാക്യം, Caesarea Philippi is where Jesus and his disciples are standing. ആമേൻ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് ആയിരിക്കുന്നു എന്ന് 13ാം വാക്യത്തിൽ വായിക്കുന്നു. That area, in that area there is a huge mountain in their background. ആമേൻ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിൻഭാഗത്തായി വലിയൊരു മല ഉണ്ട്. Yeah, if you've been to Israel you will see that. On that mountain is so many pagan gods. ആമേൻ. ആ മലയുടെ മുകളിൽ പലയധികം ദേവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The images and the statues of so many gods and their altars are on that mountain. ആ മലയ്ക്ക് മുകളിൽ മലയ്ക്കകത്ത് പല ദേവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
high, and at the bottom of that mountain there is an entry point like a cave to get inside that mountain. ആ കുന്നിന്റെ അകത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം ഒരു ഗുഹ അതിനകത്തേക്ക് തുറന്നിരിക്കുന്നു. And that guha, that cave is what they call the gates of Hades. ആമേൻ. പാതാളത്തിന്റെ ഗുഹ എന്നാണ് ആ ഗുഹയെ പറ്റി പറയുന്നത്. If you Google this, you'll be able to see the images online. ആമേൻ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുവാൻ കഴിയും. I mean, so Jesus is standing in front of all of these foreign guards, and then he's looking at his disciples and say, who do you say that I am? ആമേൻ. അന്യദേവന്മാരുടെ ആയിരിക്കുന്ന കുന്നിന്റെ മുമ്പിൽ താഴ്വശത്ത് നിന്നിട്ടുകൊണ്ട് ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. And Peter says, Simon says, you are Christ, the Son of the living God. ആമേൻ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പത്രോസ് അവനെ നോക്കി പറയുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു, you are Christ, the Son of God. ആമേൻ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് അവനെ നോക്കി പറയുന്നു. And Jesus said, Simon, you are blessed, for this revelation is not given to you by man, it is given to you by God the Father. മനുഷ്യരാലല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി പറയുന്നു. And then he says, you are Patros, Peter. ആമേൻ. നീ പത്രോസ് ആകുന്നു എന്ന് അവനെ നോക്കി പറയുന്നു. And he's saying you are a small stone. That's what that means. ആമേൻ. നീ ഒരു ചെറിയ കല്ലാണ്. ചെറിയ കല്ല്. You are a small stone. ആമേൻ. നീ ഒരു ചെറിയ പാറയാണ്. And with the same revelation that you got, many other small stones who have that same revelation, I am going to bring together. ആമേൻ. നിന്നിലുള്ള ഈ ചെറിയ വെളിപ്പാടുകൾ കൂടി മറ്റുള്ളവരും ഇതിന്റെ വെളിപ്പാടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് ഒന്നിച്ചു ചേരാൻ പോവുകയാണ്. നീ ഒരു ചെറിയ കല്ല, അതേ നീ സ്ഥാപിച്ചിരിക്കുന്ന അതേ വെളിപ്പാടുള്ള മറ്റ് ചെറിയ കല്ലുകളും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോവുക. അതിൽ കൂടി ഞാൻ പണിയാൻ പോകുന്ന ഒരു സംഭവമാണ് എന്റെ സഭ. I am going to build my church through many small stones like you. ആമേൻ. നിന്നെ പോലെയുള്ള ചെറിയ കല്ലുകളെ കൊണ്ട് ഞാൻ വലിയൊരു സഭ ഞാൻ ഇതിനകത്ത് പണിതെടുക്കാൻ പോവുകയാണ്. And then he says, upon this mount I will build my church. ആമേൻ. ഈ കുന്നിനെ നോക്കിക്കൊണ്ട് ഈ കുന്നിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു. That mountain represents the kingdom of darkness. അന്ധകാരത്തിന്റെ രാജ്യമായി അറിയപ്പെടുന്ന കുന്ന്. The darkness that represents the idol worshipper. വിഗ്രഹാരാധനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുന്ന്. Jesus says, upon this one is where my church will be. ആ അന്ധകാരത്തിന്റെ മുകളിൽ എൻ്റെ സഭയെ പണിയുമെന്ന് യേശുക്രിസ്തു വിളിച്ചു പറയുന്നു. The word used there upon is to compress or to compact. ആമേൻ. അതിനായിരിക്കുന്നവനെ കംപ്രസ് ചെയ്ത് അമർച്ച ചെയ്ത് അതിന്മേൽ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു. Amen. Like how we put stone and mud and then we take a big heavy thing to compact that. That's the word Jesus is using there. He's saying, upon this darkness, amen, I am going to put my church and compress this kingdom. ആമേൻ. ഞാൻ എൻ്റെ സ്വർഗ്ഗരാജ്യം മുമ്പിലായിരിക്കുന്ന അന്ധകാരത്തിന്മേൽ അടിച്ചമർത്തി അതിന്റെ മേൽ എൻ്റെ സഭ ഇതിന്മേൽ ഉയർന്നു വരുമെന്ന് ക്രിസ്തുവിനെ നോക്കി പറയുന്നു. And then he looks at that entry point and said, the gates of Hades will not be victorious over this one. ആമേൻ. ഞാൻ പണിയുന്ന സഭ ഈ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ആ ഗുഹയെ നോക്കി പറയുന്നു. ആമേൻ. So what is our fundamental truth? Here's our definition. The church is the body of Christ. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് സഭ ക്രിസ്തു ദൈവസഭയെ കാണുന്നത്. It is the habitation of God. ദൈവം വസിക്കുന്ന ഇടം, the habitation of God through the Spirit. ആമേൻ. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലം, ഇഹത്തിലെ വാസസ്ഥലമായി കാണുന്നു. It is the manifestation of God's kingdom here on earth. ആമേൻ. ഈ ഭൂലോകത്തിലെ ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവവാസത്തിന്റെ വെളിപ്പാടിനെ കാണിക്കുന്നു. If that mountain was the manifestation of the kingdom of darkness, Jesus is saying, I am going to build something that is going to be a manifestation of my kingdom. ആമേൻ. അന്ധകാരത്തിന്റെ വെളിപ്പാടിനെ പോലെ ഒരു കുന്നിനെ കാണുമ്പോൾ അതിന്റെ മുകളിൽ എൻ്റെ ദൈവത്തിന്റെ വെളിപ്പാട്, എൻ്റെ ദൈവത്തിന്റെ വാസം അതിനെ കാണിക്കുമെന്ന് പറയുന്നു. എൻ്റെ രാജ്യത്തിന്റെ പ്രകർശനമായ വെളിപ്പാട്. ആമേൻ. I'm going to build the revelation of my kingdom upon this thing. ആമേൻ. എൻ്റെ രാജ്യത്തിന്റെ വെളിപ്പാട് ഇതിന്റെ മുകളിൽ ഞാൻ പണിയുമെന്ന് ക്രിസ്തു വിളിച്ചു പറയുന്നു. And this church has appointment, ദൈവിക ദൗത്യങ്ങൾ, the divine assignments from God. ആമേൻ. ദൈവത്താലുള്ള ദൈവിക ദൗത്യങ്ങൾ ഇതിന്മേൽ പണിയുമെന്ന് പറയുന്നു. Praise the Lord. ആമേൻ. Amen. So the church is a universal spiritual entity. ആമേൻ. ലോകമായ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ദൈവസഭയെ നാം There's കാണുന്നത്. only one church. ആമേൻ. ഒരു ദൈവസഭ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഒറ്റ
സഭ കർത്താവിന് ഒരൊറ്റ സഭയുള്ളൂ. There's only one church for the Lord. ആമേൻ. കർത്താവിന് വേണ്ടി ഒറ്റ സഭയാണ് ഈ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. And which church is that? ആമേൻ. അത് ഏത് സഭയാണ് ഉദ്ദേശിക്കുന്നത്? That is the people who are born again and baptized into the body of Christ. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരത്തോടെ വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ട വ്യക്തികളെയാണ് ഇത് പറയുന്നത്. Amen. Amen. Acts chapter 2 verse 47 says, Amen. They were adding to the church daily Amen. those who were saved. അപ്പോസ്തല പ്രവർത്തനം 2:47 വരുമ്പോഴും ദിനംപ്രതി സഭയോട് ഓരോ വ്യക്തികളെ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ദിനംപ്രതി രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, സ്നാനപ്പെട്ട വ്യക്തികൾ ദിനംതോറും സഭയോട് ചേരുന്നു. Which means that just because I'm born in a church doesn't mean I'm part of the church. ആമേൻ. വീണ്ടും ജനിച്ചതുകൊണ്ട് സഭയ്ക്ക് പങ്കാളികളാകണമെന്ന് അർത്ഥമില്ല. Just because I come and attend the church doesn't mean I'm part of his church. സഭയ്ക്കകത്ത് വന്നതുകൊണ്ട് അത് ദൈവസഭയ്ക്കകത്ത് അംഗത്വം നേടണമെന്നില്ല. Just because I do so many things in the church doesn't mean I'm part of his church. ഈ സഭ ലോകത്തിലെ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ദൈവസഭയ്ക്ക് അംഗത്വമാകണമെന്നില്ല. For me to be part of his church, I need to be in a relationship with him and in obedience with him. ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധമുണ്ടായിട്ട് ദൈവത്തോട് അനുസരണമുള്ളവനുണ്ടെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്ക് അകത്ത് യഥാർത്ഥമായ അംഗത്വം കിട്ടത്തുള്ളൂ. Praise God. Amen. I don't have time to read those verses. You can go home. And the next point is this. Amen. Not only do we have one church, but then we have multiple congregations or local churches. ആമേൻ. അത് ദൈവസഭയ്ക്കകത്ത് മാറും. രണ്ടാമതായി കാണുമ്പോൾ ചെറു സഭകള്, ചെറു കൂട്ടങ്ങളായി നാം കാണുന്നുണ്ട്. So ഒറ്റ സഭയുണ്ടെങ്കിലും വിവിധ കൂടിവരവുകൾ. Amen. Different congregations are existing. ആമേൻ. ചെറു കൂട്ടങ്ങള് അവിടെ ഇവിടങ്ങളായിട്ട് ദൈവത്തിന് വേണ്ടി ഉടലെടുത്തിട്ടുണ്ട്. These are the physical gathering of believers with an agreed upon commonality. ആമേൻ. ഒറ്റ ഏകത്വമായി കൂടുന്ന ചില ദൈവത്തിന്റെ വിശ്വാസ കൂട്ടത്തെയാണ് ഇത് പറയുന്നത്. Okay, so these are believers that come together physically. ആമേൻ. ഭൗതികമായിട്ട് അവർ കടന്നു വരുന്ന ഒരു ഇടത്തെയാണ് ലോകസഭ എന്ന് And പറയുന്നത്. they have a commonality within the group. അവർക്ക് ഒരു ഏകത്വം, ഒരു പ്രത്യേക ഏകത്വ സ്വഭാവം ഉണ്ടായിരിക്കും. Number one, they have a common doctrine. ഒറ്റ ഉപദേശം ആ കൂടി വരുന്നതുകൊണ്ട്. ഒറ്റ ഉപദേശത്തിൽ കൂടി അടിസ്ഥാനപ്പെട്ടവരായിരിക്കും. Number two, there may be some other, for example, we are an Indian church. We all have a common culture, a common heritage. ആമേൻ. നമ്മൾ ഇന്ത്യക്കാരാണ്. ചില സംസ്കാരങ്ങളിൽ ഉടലെടുത്തായിരിക്കും ഒറ്റ സംസ്കാരം. So there are some agreed upon commonalities that will establish a local congregation. ചില ലോക്കൽ സഭകളെ നോക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കും. Okay, now here's an important thing. I mean, today we live in a day and age where people don't want to go to church. ആമേൻ. നമുക്ക് സഭയ്ക്കകത്ത് പോകണ്ട എന്നുള്ളൊരു വിശ്വാസത്തിൽ ചില കൂട്ടങ്ങൾ കടന്നു വരുന്നുണ്ട്. ചിലർ കൂടി പോകത്തില്ല. Some people don't want to go to a congregation. ആമേൻ. ഇങ്ങനെയുള്ള ചെറു സഭകളിൽ പോകാതിരിക്കുന്ന ചിലരെ കാണാൻ കഴിയും. Especially after COVID, we see this new trend. Many people sit at home. കോവിഡ് മഹാമാരിക്ക് ശേഷം പലരും ഭവനങ്ങളിൽ ഇരിക്കുന്നവരായി കാണാൻ and കഴിയും. watch things online. ആമേൻ. ഓൺലൈനിൽ കൂടി അത് There may be so many churches around them, but they won't go. They sit at home and watch on the TV. അനേക സഭകൾ അവരുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ പോലും ഓൺലൈനിൽ കൂടി വാച്ച് ചെയ്തിട്ട് ഭവനത്തിൽ ഇരിക്കുന്നവരുണ്ട്. There are some people who say none of these churches are good and they just sit home. ആമേൻ. ഈ സഭകളൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഭവനത്തിൽ I know ഇരിക്കുന്നവരുണ്ട്. people in Philadelphia like that. ആമേൻ. ഫിലദൽഫിയയിലുള്ള സഭകൾ അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. There's like 10-15 Malayali Pentecostal church. They won't go to any other. 10-15 മലയാളി സഭകൾ ഫിലദൽഫിയയിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ എങ്ങും പോകാതിരിക്കുന്ന ചില More ഭവനങ്ങൾ. than 100 different American Pentecostal churches. They won't go to any other. നൂറുകണക്കിന് അമേരിക്കൻ സഭകൾ ഉണ്ടായി പോലും അവിടെയും കടന്നു പോകാത്ത സഭവനങ്ങൾ. Husband and wife and children are in the basement in their home praying. ആമേൻ. അവർ ഭാര്യ ഭർത്തൃ കുഞ്ഞുങ്ങളുമായി ആ ബേസ്മെന്റിൽ ഇരുന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല. None of this is correct. These people, nothing. It's not the problem with the church. It's something wrong with them. സഭയുടെ പ്രശ്നമല്ല ഇത്. അവരുടെ ഭവനത്തിൽ ഉടലെടുക്കുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. Hebrews chapter 10 verse 25 clearly says, എബ്രായർക്കെഴുതിയ ലേഖനം 10:25 ഇങ്ങനെ വിളിച്ചു പറയുന്നു. Do not neglect the gathering of believers as some do. ആമേൻ. നിങ്ങൾ മുന്നിലാക്കിയിരിക്കുന്ന ആ സഭാ യോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. Do not neglect coming to the congregation. ആമേൻ. ചെറു സഭയ്ക്കകത്ത് കടന്നു വരുന്നത് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വിളിച്ചു പറയുന്നു. Young people, listen to me. Tomorrow when you go out of state for college or you go to some place for work, you establish your own family. Let me tell you one thing. Going to church on Sunday morning is not optional. It is mandatory according to the word of the Lord. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനെ ആഴമായി പരിശോധിക്കുമ്പോൾ ഞായറാഴ്ച എന്നൊരു ദിനമുണ്ടെങ്കിൽ അത് ദൈവസഭയ്ക്കകത്ത് കടന്നുപോയേ പറ്റൂ. അത് മാൻഡേറ്ററി ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നത്. Praise the Lord.
Number 3, there is within a congregation a community. ആമേൻ. ഈ ചെറു സഭയ്ക്കകത്ത് ചില സമൂഹങ്ങൾ, ചില കൂട്ടങ്ങൾ ചില ഉടലെടുക്കുന്നു. കൂട്ടായ്മകൾ ആ ചെറിയ കൂടിവരവിനകത്ത് ഉണ്ട്. ആമേൻ. അതിനകത്ത് ചില കൂട്ടായ്മകളുമുണ്ട്. What is a community? എന്താണ് ഈ കൂട്ടായ്മകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Amen. There are so many people in that congregation. ആമേൻ. ഈ സഭയ്ക്കകത്ത് പലരുണ്ടാകാം. And you love and care for everybody. എല്ലാവരെയും സ്നേഹ സന്തോഷത്തോടെ കടന്നു പോകുന്നു. But there may be a handful of people that are close to you. എന്നാൽ ചില കൂട്ടങ്ങൾ അതിനകത്തുള്ള ചില വ്യക്തികൾ ഒരുപോലെ പോകുന്നവരുണ്ടാകാം. Close to you meaning that they are the ones who's going to help you in your spiritual journey. നിങ്ങളുടെ ആത്മീയ യാത്രയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നവരായ ചില ഫാമിലി കുടുംബങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം. These are people who you will pray with, you will share your heart with. ഒരുമിച്ച് വചനം ധ്യാനിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആത്മീയ വളരുക. This is the community within your congregation. ഈ ചെറു കൂട്ടായ്മകൾ നിങ്ങൾ കടന്നു പോകുന്ന ആത്മീയ യാത്രയിൽ വെല്ലുവിളികൾ നടന്നു വരുമ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നടന്നു വരുമ്പോൾ അവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ചില കൂട്ടായ്മ, ചില ഭവനങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. There are some people, some individuals who you do life with together. ആമേൻ. നിങ്ങളുടെ ചില വ്യക്തി ജീവിതങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കടന്നു വരുന്നുണ്ട്. Praise God. ആമേൻ. Every congregation has communities. ഇങ്ങനെയുള്ള ഓരോ ചെറു സഭകൾക്കകത്തും ചെറിയ കൂട്ടായ്മകൾ ഉണ്ട്. Some people think a community means I need people my age. ആമേൻ. എന്റെ പ്രായത്തിലുള്ളവരായിരിക്കണം ഈ കൂട്ടായ്മയിലുള്ളതെന്ന് ചിലർ I ചിന്തിക്കും. need people my age who like the same thing as me, and if I don't have that, then I have no community. ആമേൻ. എനിക്ക് ഇഷ്ടപ്പെട്ടവരും എന്റെ പ്രായമുള്ളവരും ആയിരിക്കണം എന്റെ കൂട്ടായ്മ എന്ന് ചിന്തിക്കുന്നുണ്ട്. Community is not based on age, it's on spiritual maturity. ആ പ്രായത്തിനെ അനുസരിച്ചല്ല, ആത്മീയ പക്വതയെ അടിസ്ഥാനമാക്കിയായിരിക്കണം കൂട്ടായ്മകൾ ഫോം ചെയ്യേണ്ടത്. You need some people who's going to spiritually mentor you and build you up. ആമേൻ. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ ആത്മീയ വർധനയ്ക്കായിട്ടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മകൾ There ഉണ്ടാകുന്നത്. may be some of your older achachen and churches. ഒരുപക്ഷെ നിങ്ങളുടെ മുതിർന്ന പ്രായമുള്ളവരായിരിക്കാം. There may be somebody younger than you. നിങ്ങളെക്കാൾ ചെറുപ്പമുള്ളവരായിരിക്കാം. But based on the spiritual maturity, you recognize these are the people I need in my life to help me grow spiritually. എന്റെ ആത്മീയ വർധനയ്ക്കായി, ആത്മീയ യാത്രയുടെ മുൻപോട്ടുള്ള പോക്കിനായി ഈ വ്യക്തികളാണ് എനിക്ക് നല്ലതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കണം. Praise God. ആമേൻ. For me, I tell you one. When I love going to one particular church for ministry. When my favorite church is in Dallas, a Church of God church in Dallas. ആമേൻ. ഡാളസിലുള്ള ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയ്ക്ക് എനിക്ക് അവിടെ കടന്നു പോകാൻ വളരെ ആഗ്രഹമുണ്ട്. Because there I have two people who are part of my community. എന്റെ കൂട്ടായ്മയിൽ എന്റെ ആഗ്രഹത്തിലൊത്ത രണ്ടുപേര് വ്യക്തികൾ അവിടെ ഉണ്ട്. Yeah, see, I don't need people my age. I need people who are doing ministry and who have the same spiritual vision as me. ആമേൻ. എന്റെ പ്രായത്തിലുള്ളവരായിരിക്കത്തില്ല, ആത്മീയ കാഴ്ചപ്പാട് എന്നെപ്പോൾ ആത്മീയ കാഴ്ചപ്പാടുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So I have one person who is 6 years younger than me. ആമേൻ. എന്നേക്കാൾ 6 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തി. And then we have another pastor who is 12 years older than me. എന്നേക്കാൾ 12 വർഷം മൂത്ത ഒരാളും. But when we three get together, we have something special. ആമേൻ. ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ പ്രത്യേകമായ എന്തോ ഒരു അനുഭവം ഉണ്ട്. Yeah, but we're not talking about what happened in the sports game last week. We're sharing our spiritual experiences. ആമേൻ. ഈ കാണുന്ന ലോക സംഭവങ്ങളെ പറ്റിയല്ല, ആത്മീയതയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറ്റിയാണ്. Things that happen in our ministry. ഞങ്ങൾ ശുശ്രൂഷ കാലയളവിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. Some of the funny things that occurred when we went to minister in certain places. ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ എന്തൊക്കെയാ ഫണ്ണി തിങ്സ് ഹാപ്പൻസ് എന്ന് പറഞ്ഞു. Some of the supernatural things ദൈവത്തെ ചെയ്തു ചില അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുക. ദൈവത്തിന്റെ അത്ഭുത കരം ഇറങ്ങിയതിനെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. And these three we are encouraging. We stayed up to 3 a.m. in the morning talking. ആമേൻ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആത്മീയ വർധനകൾ സംസാരിച്ചുകൊണ്ട് ചിലപ്പോഴും പ്രഭാതം വരെയും 3 മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം യോഗ കൊണ്ട് ശുശ്രൂഷിക്കാനുള്ളതാ. പക്ഷേ for me that was the most important. Because why? That is the community that God was looking for. ആമേൻ. ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് എനിക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആത്മീയ വർധനയ്ക്കുള്ള കൂട്ടായ്മയാണ് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. You playing games with your friends in church is not community. ആമേൻ. സഭയ്ക്കകത്തിരുന്ന് അന്യോന്യം കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതല്ല കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. No. You need who's your spiritual mentor? ആരാണ് നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായി ഉപയോഗിക്കുന്ന ആത്മീയ Who's the person you go to when you need prayer? ആമേൻ. ആരാണ് നിങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? Who's the one that you say I want to be like that person spiritually? I need this person to help me. ആമേൻ. ആത്മീയമായി ഉയർന്നിരിക്കുന്ന ആ വ്യക്തി,
ആ വ്യക്തിയാണ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് Who ആഗ്രഹിക്കുന്നത്. are you mentoring? നിങ്ങൾ ആരെയാണ് ആത്മീയ വർധനയ്ക്കായി നിങ്ങൾ Who നോക്കുന്നത്? is looking to you for that mentorship? ആമേൻ. നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായി ആരെയാണ് നോക്കുന്നത്? That's your community. അതാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടായ്മ എന്ന് പറയുന്നത്. It's your responsibility to form your community. ആമേൻ. നിങ്ങളായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മയെ ഫോം ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത്. Okay, so one church, multiple amen congregations. Within one congregation there'll be multiple communities. Next slide. Amen. This is the design, the pattern of God. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ചെറുസഭയ്ക്കകത്ത് യഥാർത്ഥമായി ഫോം ചെയ്യുന്ന ചെറു കൂട്ടായ്മകള്, ഇതാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും എന്ന് പറയുന്നത്. Praise the Lord. ആമേൻ. Are you getting bored? Hallelujah. Amen. Number two, amen, we recognize this church is part of God's kingdom. ആമേൻ. ദൈവ രാജ്യത്തിന് വേണ്ടി ഉടലെടുക്കുന്നതാണ് ഈ സഭകൾ എന്ന് നമുക്കറിയാം. Amen. What is the kingdom of God? എന്താണ് ദൈവ രാജ്യം എന്ന് പറയുന്നത്? Number one, he starts off with the triune God, God the Father, God the Son, and God the Holy ത്രിയേക Spirit. ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന പിതാവാം ദൈവം, പുത്രനാം ദൈവം, അതുപോലെ പരിശുദ്ധാത്മാവ്. And then there is the holy angel. അവിടെ സ്വർഗീയ ദൂതന്മാര്. Amen. There are different types of angels. ആമേൻ. പല തരത്തിലുള്ള സ്വർഗീയ ദൂതന്മാരുണ്ട്. They have different rank and different function. പല പദവികളും പല ശുശ്രൂഷകളും അടങ്ങിയിരിക്കുന്ന ദൈവദൂതന്മാര്. Praise God. I don't have time to talk about all that. Amen. Number three is the church. ആ മൂന്നാമതെയാണ് ദൈവസഭയായി വരുന്നത്. These three groups of people together, these three entities together is what makes up the kingdom of God. ഈ മൂന്ന് പേരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. Amen. Praise God. Amen. Now this kingdom, amen, the Bible says is this church or this kingdom is fighting against another kingdom. ആമേൻ. ഈ സ്വർഗരാജ്യം മറ്റൊരു രാജ്യത്തോട് പോരാടി നിൽക്കുന്നു എന്ന് പറയുന്നു. That is the kingdom of darkness. അതാണ് അന്ധകാരത്തിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. Number one, the head of that kingdom is Satan himself. സാത്താൻ തന്നെയാണ് അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ അധിപതി. Who is Satan? ആരാണ് സാത്താൻ? He was Lucifer, an angel in heaven. ആമേൻ. സ്വർഗത്തിലെ ദൂതനായിരുന്ന ലൂസിഫർ ആണ്. Book of Isaiah and book of Ezekiel talks about, amen, he thought in his heart that I should be the one that sits on the throne of God. യെശയ്യായുടെ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് ഉള്ളിൽ ഒരു ചിന്ത ഉടലെടുത്ത ഒരുവന്. And with that one thought, amen, he was thrown out of heaven and lost his divine angel position. അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളിൽ ഉടലെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നവന്. He's a fallen angel. അവിടെയാണ് വീണിരിക്കുന്ന ദൂതൻ എന്ന് പറയുന്നത്. Praise God. Number two, amen, we see in the book of Revelation that Satan, amen, deceived 1/3 of the angels in heaven and brought them down. മൂന്നിലൊന്ന് ദൂതന്മാരെ ചതിച്ചുകൊണ്ട് അവരെയും ഈ പാതാളത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണാം. Amen, these fallen angels are what we call the demon spirit. വീണുപോയ ദൂതന്മാരെയാണ് പിശാചുക്കളായിട്ട് നാം കാണുന്നത്. Some of these fallen angels are held in captivity. ആമേൻ. ചിലരെ ക്യാപ്റ്റിവിറ്റിയിൽ പ്രവാസത്തിൽ കടന്നു പോകുന്നു. Some of them were thrown on this earth. ആമേൻ. ചിലരെ ഈ ഭൂലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. Amen, we see this in Revelation 12:4-9. ആമേൻ. വെളിപ്പാടിന്റെ പുസ്തകം 12:4 കടന്നു വരുമ്പോൾ Amen, but one point I want to point out here is this: these fallen angels are not all the same. They have different power and different rank. ആമേൻ. വീണുപോയിരിക്കുന്ന പിശാചിനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള അധികാരം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വീണുപോയി ഈ ദൂതന്മാർ, ആമേൻ, എഫെസ്യലേഖനം 6:12, Ephesians 6:12, we see four categories. Number one, principality. Number two, powers. Number three, rulers of darkness of this age. Number four, spiritual host of wickedness in the heavenly places. ആമേൻ. നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവർ വാഴ്ചകളായിട്ട് ഒരു വ്യക്തികളുണ്ട്, അധികാരികൾ ഉള്ളവരുണ്ട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളുണ്ട്, സ്വർലോകത്തുള്ള ദുഷ്ടാത്മ സേനയുണ്ട്. ഈ നാലായിട്ട് തിരിക്കുന്നു. Amen. These are the different types of fallen angels based on their power and their capacity. ആമേൻ. അവരുടെ ശക്തിക്കനുസരിച്ച് നാലായിട്ടാണ് ഈ പിശാചുക്കളെ തിരിച്ചിരിക്കുന്നത്. And then Ephesians 2 says these powers, Satan and his demons, are in work within the sons of disobedience. അനുസരണക്കേടിന്റെ മക്കളിനകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തി. ആമേൻ. ഈ നാല് പേരാണ് രണ്ടാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി എന്ന് പറയുന്നത്. Praise God. ആമേൻ.
This is the kingdom of darkness. അതാണ് അന്ധകാരത്തിന്റെ പഠിപ്പിക്കൽ എന്ന് Okay, പറയുന്നത്. let me stay on this thing and say here, what do demons do? എന്താണ് പിശാചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? I've been wanting to talk about this in our church for some time. Today is the best time. So this morning I want to talk about what is this kingdom of darkness and how do they operate? എന്താണ് അന്ധകാരത്തിന്റെ ആ രാജ്യം എന്ന് പറയുന്നത്? എങ്ങനെയാണ് അവർ നമ്മുടെ ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? Number one, there is something called demonic attacks. പൈശാചികമായ ആക്രമണങ്ങൾ. ആമേൻ. ഒന്നാമത് പിശാചിന്റെ ആക്രമണം എന്ന് പറയുന്നു. Demonic attacks, these are spirits that attack different areas of your life. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പിശാചിന്റെ തന്ത്രങ്ങൾ ആക്രമണങ്ങൾ കടന്നു വരുന്നു. Sometimes it may be your health. നിങ്ങളുടെ ആരോഗ്യത്തിലായിരിക്കാം. It may be in your job. നിങ്ങളുടെ ജോലിയിലായിരിക്കാം. It may be in the family. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം. Financially. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിലായിരിക്കാം. Whatever area of your life that he sees fit to attack, he will deliberately attack those areas. അവിടെ വളരെ ദൃഢനിശ്ചയത്തോടെ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ പല ഏരിയകളിൽ കടന്നു വരുന്നു. Those of us who are in ministry, we know, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയാം, ഞങ്ങൾ സ്ഥിരമായി കിട്ടുന്ന ഒരു attack. We consistently get attacked in different areas. ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞങ്ങൾ കടന്നു പോകുന്നിടത്ത് പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ അക്രമങ്ങൾ കയറി വരുന്നുണ്ട്. The other day I prayed to God, God, please stop making me devil's punching bag. I cannot take it anymore. പിശാചിനെ പഞ്ച് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ദൈവത്തോട് മറ്റൊരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. Because we go, we minister powerfully, then we come back and we get hit. ഞാൻ ശുശ്രൂഷയിൽ വളരെ ശക്തിയായി ഉപയോഗിച്ച് മടങ്ങി വരുമ്പോൾ വീണ്ടും പിശാചിന്റെ തന്ത്രങ്ങൾ ഏറ്റവും അധികമായി എന്നെ ബാധിക്കുന്നു. We keep getting hit and finally I said, God, I'm so tired, I need a break. പിശാചിനോട് മല്ലയുദ്ധം ചെയ്ത് പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. These are demonic attacks. ഇതെല്ലാം പിശാചിന്റെ ആക്രമണങ്ങളാണ്. Against our mind, against our body, against our spirit. These are areas that he is very cleverly coming again. ആത്മാ പലപ്പോഴും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ആക്രമണങ്ങൾ. ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത പറയുന്നു, ജീവിതത്തിന്റെ പല മേഖലകൾ പിശാച് നോട്ടം വെച്ച് പോരാടുമ്പോൾ ഇന്ന് രാവിലെ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് തക്കതായ വിടുതലും ആശ്വാസം ഇന്ന് രാവിലെ പകരാൻ പോവുക. God will give you the comfort and the deliverance you need in the midst of the demonic attack. ഈ പിശാചിന്റെ ആക്രമണത്തിൽ നിങ്ങൾ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നിന്നോ ദൈവം അവിടെ നിന്ന് ഒരു വിടുതൽ കൽപ്പിക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ദൂത വ്യക്തമായി വിളിച്ചു പറയുന്നു. Number 2, we have the demonic influence. പിശാചിന്റെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. What is this? This is the enemy using the things around you to influence you. നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കുന്ന പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുവാൻ ഉള്ളത് പിശാച് കാണുന്നു. That may be something you watch on TV. നിങ്ങൾ ടിവിയിൽ കൂടി കാണുന്നതായിരിക്കാം. That may be some music you listen to. നിങ്ങൾ കേൾക്കുന്ന സംഗീതമായിരിക്കാം. That may be some book you're reading. നിങ്ങൾ വായിക്കുന്ന ബുക്കുകളായിരിക്കാം. That may be your friend from school. നിങ്ങളുടെ സുഹൃത്ത് ബന്ധമായിരിക്കാം. Praise the Lord. Amen. We just said in Ephesians 2, those who are not saved, they are the sons of disobedience and the spirit of darkness is working in them. നമ്മൾ കേട്ടതുപോലെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്നത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവർ അവരിൽ വ്യാപരിക്കുന്നതാണിത്. So your friend Jack from school may be a nice guy, but he has a demon inside of him. നിങ്ങളുടെ സുഹൃത്തായ ജാക്ക് ഒരുപക്ഷെ നല്ല വ്യക്തിയായിരിക്കാം, അവന്റെ അകത്ത് ഒരു അന്ധകാരത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. Why would you think that spirit will not try to influence you who is a child of God? എന്ത് നിങ്ങളൊരു ദൈവ പൈതൽ നിങ്ങളിൽ എന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം. ആ ശക്തി ആത്മാവ് നിന്റെ കൂട്ടുകാരന്റെ അകത്ത് കിടക്കുമ്പോൾ അത് നിങ്ങളെ സ്വാധീനിക്കാൻ നോക്കത്തില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? How can you say that spirit in him will never influence me? നിന്റെ കൂട്ടുകാരനായിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയിൽ അടിമപ്പെട്ടിരിക്കുന്നവന് ആ അന്ധകാരത്തിന്റെ ശക്തി ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. When we servants of God look at things and say, hey, that's demonic, this demonic, people laugh at us. ഇത് പിശാചിന്റെ തന്ത്രമാണെന്ന് ഒരുപക്ഷെ പറയുമ്പോൾ ഞങ്ങളെ നോക്കി ഒരുപക്ഷെ നിങ്ങൾ പരിഹസിക്കാറുണ്ട്. We know that. Because we sound like a fanatic person here. ഞങ്ങൾ ഇവിടെ ആയിരിക്കും ചില വ്യക്തികളെ കാണുന്നു. അല്ല, നമ്മളൊരു എക്സ്ട്രീം ആയിട്ട് ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇയാൾ എന്തോ പറയുന്നത്, what is this guy saying? Everything is demonic. എല്ലാം വൈശാചിക തന്ത്രമാണെന്ന് എന്തുകൊണ്ടാണ് ഈ വ്യക്തി കാണുന്നത് ഞങ്ങളെ നോക്കി പറയാറുണ്ട്. Let me tell you, 12 years of traveling ministry. 12 വർഷമായി ശുശ്രൂഷ കാലഘട്ടത്തിലായിരുന്നു. And the last several years of seeing multiple demonic possessions in our ministry. ഞങ്ങളുടെ ശുശ്രൂഷകളെ പലരിലും ഭൂതം ബാധിച്ച അനേക വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. When you hear these demons talk, ഇങ്ങനെയുള്ള ഭൂതത്തിന്റെ കേൾക്കുമ്പോൾ you will learn a lot that you will never learn in any Bible school. ഏതൊരു ബൈബിൾ വേദ പഠനത്തിൽ പഠിക്കാത്തത് പലതും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകും. When the demon is looking at you and saying, I came in through this and this book and this game, you will be scared out of your mind to ever play that game. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ കളിക്കുന്ന ഗെയിം ആയിക്കോട്ടെ നിങ്ങൾ വായിക്കുന്ന
അതിൽ കൂടിയൊക്കെ ഭൂതം നിങ്ങളുടെ കടന്നു വരുമ്പോൾ നിങ്ങൾ അത് വായിക്കാൻ ഭയപ്പെടും. When the demon says, I came in through his best friend, Amen, Ashley, and you get scared. Who is Ashley? What is this demon talking about? ആമേൻ. ഞാൻ ഈ സുഹൃത്തിൽ കൂടി ഞാൻ നിന്നിലേക്ക് വ്യാപരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ എന്റെ ദൂതൻ. This morning we don't preach theology, we preach the word of God and its authenticity. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ വചനവും ആ ദൈവത്തിന്റെ വചനത്തിലുള്ള സ്വാധീനമാണ് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്. Praise the Lord. ആമേൻ. There are demonic things that will influence you. ആമേൻ. പലവിധമായ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. And when you fall in that influence, it goes to the next step, which is what I call the demonic control. ആമേൻ. പൈശാചിക സ്വാധീനത്തിൽ വീണു കഴിയുമ്പോഴാണ് പൈശാചിക ബന്ധനത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നത്. Oh, these are bondages and stronghold the enemy place on you. ആമേൻ. പൈശാചിക ബന്ധനങ്ങൾ, ശത്രു നിങ്ങളുടെ മേൽ അടിച്ചമർത്തുന്ന പൈശാചിക ബന്ധനങ്ങളും പൈശാചിക ശക്തികളുമാണ് ഈ മൂന്നാമതായി കാണുന്നത്. Now you're in what I call a locked position. You can't come out of that. അതിനകത്ത് ആ ബന്ധനത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുവാൻ കഴിയാത്ത രീതിയിൽ ബന്ധിച്ചകപ്പെട്ടിരിക്കുന്ന ഭൂതത്തിന്റെ ബന്ധനം. Even when you want to stop, you cannot stop. നിങ്ങൾക്കത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിർത്തുവാൻ കഴിയാത്തത്രമായി ബന്ധിക്കകത്തിരിക്കുന്നു. He's got a hold on your life. നിന്റെ ജീവിതത്തിന് മേലെ നിയന്ത്രണം ഏറ്റിരിക്കുന്ന പിശാചിന്റെ ബന്ധനം. We see so many people like this. ഇങ്ങനെയുള്ള അനേക വ്യക്തി ജീവിതങ്ങൾ ബന്ധനത്തിൽ കൂടി കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. If they continue in that demonic hold, that eventually leads to what I call the demonic oppression and possession. ആ പൈശാചിക ബന്ധനത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ അവർ പിശാചിനാൽ അമർച്ചപ്പെട്ടിരിക്കുന്ന വ്യക്തികളായി മാറുന്നു. പിശാചിനാൽ പിടിക്കപ്പെട്ട് അവൻ കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പം പിശാചിന്റെ കയ്യിലാവും. ആമേൻ. അവന്റെ ജീവിതം മുഴുവനും പിശാചാണ് നിയന്ത്രണം ഏറ്റിരിക്കുന്നത് കാണുവാൻ കഴിയും. This is real. ആമേൻ. യഥാർത്ഥമായ സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. Many times we think, we don't see these kind of demonic oppressions. പലപ്പോഴും ഞാൻ ഇങ്ങനെ പിശാചിനെ ബന്ധിക്കപ്പെട്ടിരുന്ന കണ്ടിട്ടില്ല എന്ന് ഒരു പക്ഷേ പറയും. But you'll be surprised. There are many people in our churches that are facing this kind of demonic oppressions and possessions in their life. നമ്മുടെ സഭയ്ക്കകത്ത് പോലും ഇങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളും പിശാചിന്റെ ബന്ധനങ്ങളിലും പിശാചിനാൽ അടിച്ചമർത്തപ്പെട്ടവരെയും നമ്മൾ കാണുവാൻ കഴിയും. We don't see it because we are picturing if something happens, their eyes will roll back, their tongue will stick out, and their body will start shaking. ആമേൻ. അവരുടെ കണ്ണ് ഉരുട്ടി നാക്ക് നീട്ടി ഒരു മാതിരി ഒരു വയലന്റ് രീതിയിലായിട്ട് ഇളകുമെന്ന് that's what we are expecting. ആമേൻ. നമ്മൾ മറ്റൊരു രൂപമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് പിശാചിന്റെ ബന്ധനത്തിൽ. And that sometimes happens. I have seen that happen. അങ്ങനെയും സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. But I want you to recognize something. Sometimes the oppression is seen in a way that it doesn't look like it's a problem. പിശാചിന്റെ ബന്ധനം എന്ന് നമുക്ക് തോന്നത്തില്ല എങ്കിൽ പോലും പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ കഴിയും. Let me give you a few examples from my own ministry that I can share. എന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചതും കണ്ടതുമായ ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. We were ministering in Canada and there was a mother and a child who came forward for prayer. ആമേൻ. കാനഡയിൽ ഞാൻ ശുശ്രൂഷയിലായിരുന്നപ്പോൾ അവിടെ ഒരു അമ്മയും ഒരു മകനും എന്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. And we began to pray and the Spirit of God said there's a spirit of oppression on this child. ആമേൻ. ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്ധകാരത്തിന്റെ ഒരു ബന്ധനം അവനിലുണ്ടെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ പിശാചിനെ പിടിച്ചു വെച്ചിരിക്കുക. ആമേൻ. ദൈവം പറഞ്ഞു ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയാതെ വണ്ണം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിൽ ആമേൻ മനസ്സിനകത്ത് ഏകാഗ്രതയോടെ ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവളുടെ മനസ്സിനെ പിടിച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് the spirit has held her captive and is preventing her from remaining focused in the presence of God. ദൈവ സാന്നിധ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുവാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുവാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു പിശാചിന്റെ ബന്ധനം ഇവളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു. And ദൈവാത്മാവ് said this is not just something her age, there is a spirit behind this. ആമേൻ. ഇവളുടെ വയസ്സിന് അപ്പുറമായിട്ട് മറ്റൊരു പ്രായത്തിന്റെ കുഴപ്പമല്ല, ഇതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു. And he said ആമേൻ സ്കൂളിൽ പ്രശ്നമില്ല, വേറെ സ്ഥലങ്ങൾ പോയ അവർത്തില്ല, പക്ഷെ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആമേൻ ആകെ ഒരു അസ്വസ്ഥത, അതൊരു സ്പിരിറ്റിന്റെ പിന്നിലാണ്, അത് പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ജയം എടുക്കണം ദൈവാത്മാവ് ദൂത് പറഞ്ഞു. ആമേൻ. And so that spirit was it was not manifesting in a way of making her violent, but it was what she could stay focused in school, she could stay focused everywhere else, but in the presence of God, amen, she cannot stay focused. അവളുടെ പഠനത്തിലെല്ലാം അവൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ
വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയാത്തവണ്ണം അവളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന Come in പിശാചിന്റെ God's ബന്ധനം. presence, fingers are all jittery, hands are all moving. I'm stretching, getting uncomfortable, becoming hot, becoming thirsty, looking there, here and there. Amen. And this is not, amen, because of the heating in the sanctuary. There's some spirit that's being restless there. സഭയ്ക്കകത്തേക്ക് കടന്നു വരും, സഭയ്ക്കകത്ത് ഇരിക്കുവാൻ കഴിയാതവണ്ണം അവരുടെ ശരീരത്തെ ആകമാനം മൊത്തം അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു പിശാചിന്റെ ബന്ധനം അവളുടെ മേൽ പകർന്നു. During the worship time, very active, very present, but once the preaching of the word starts, they fall asleep. ആമേൻ. ആരാധനയുടെ സമയത്ത് അവൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ വചനം പറയുമ്പോൾ അത് കേൾക്കാതെ ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. This can happen once or twice, but when it happens consistently, there's a spirit behind that. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പക്ഷെ കടന്നു വരാൻ, എന്നാലോ എപ്പോഴും വചനം പറയുമ്പോൾ അത് കേൾക്കുവാൻ കഴിയാതെ വണ്ണം പിശാചവനെ ബന്ധനത്തിൽ കൂടി ആ ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് ഇടുന്നു. Amen. Amen. These kind of things, I'm trying to point out to you that, amen, demons are oppressing people in ways beyond what we think. ആമേൻ. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് പിശാച് നിങ്ങൾ പലരെയും ബന്ധനത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയട്ടെ. ആമേൻ. പൊതുവെ നമ്മുടെ സമൂഹത്തിനകത്ത് പലരും ഇതിനകത്ത് പിടിക്കപ്പെട്ടവരുണ്ട്. There are people in our communities that are struggling in these 4 areas. ആമേൻ. ഈ 4 കൂട്ടങ്ങളിലെ 4 സെക്ഷന്റെ അകത്തൂടെ പല സമൂഹങ്ങളും പല വ്യക്തികളും അടിച്ച് അമർത്തപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയട്ടെ. Amen. So look at the depth of the kingdom of darkness. ആമേൻ. അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. Look at how powerful and strong they are. എത്ര അധികാരത്തോടെ എത്ര ശക്തിയോട് കൂടെയാണ് അന്ധകാര ശക്തി വ്യാപരിക്കുന്നത് നിങ്ങൾ ഇത് തിരിച്ചറിയണം. നോക്കിക്കൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവാ. ആമേൻ. He looks ഹല്ലേലൂയ. at this kingdom and says, I am going to build my church. അന്ധകാരത്തിന്റെ ശക്തിയുടെ ആ വ്യാപാര ശക്തിയെ കണ്ടിട്ടുണ്ടാ പറഞ്ഞു, ഈ പാറമേൽ ഈ പർവ്വതത്തിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ രാജ്യത്ത് to destroy this kingdom, to break this kingdom, to suppress this kingdom. Amen. I am raising up a body that is my church. ആമേൻ. ഈ അന്ധകാര ശക്തി ഈ രാജ്യത്തിന്റെ ആമേൻ ഞാൻ എന്റെ സഭ പണിയും. ആ സഭയാണ് ദൈവസഭ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. How does the church fight against the kingdom of darkness? എങ്ങനെയാണ് ഈ അന്ധകാര ശക്തിക്കെതിരെ പോരാടുവാൻ ഒരു സഭ വളരുന്നത്? ആമേൻ. എങ്ങനെയാണ് ഈ ഇരുട്ടിന്റെ രാജ്യത്തോട് സഭ പോരാടി നിൽക്കുന്നത്? How do we fight against this kingdom? Number 1, it is through evangelization. ആമേൻ. ഒന്നാമതായി പറയുന്നത് സുവിശേഷീകരണത്തിലൂടെ നമുക്ക് പോരാടുവാൻ Number കഴിയും. 1 assignment of the church is to share the gospel to the world. ആമേൻ. ഈ ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയുന്നതിലൂടെ ഈ അന്ധകാര ശക്തിയോട് പോരാടാൻ കഴിയും. Amen. I don't have time to read the verses. Go home and read the verses. Number 2, amen. How do we fight? We fight through the worship of God's people. ആമേൻ. ദൈവ മക്കളോട് കൂടി ആരാധിക്കുമ്പോൾ നമുക്ക് ഈ അന്ധകാര ശക്തിയോട് പോരാടാൻ കഴിയും. Amen. The church exists to be a place to worship the Lord in truth and in spirit. ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ഇടമാണ്. ആ ആരാധിക്കുന്നതിലാണ് ഈ അന്ധകാര ശക്തിയോട് പോരാടുന്നത്. Number 3, the church exists to be a place where we perfect the people of God and make them grow in maturity. ആമേൻ. ആത്മീയ പക്വതയിൽ കൂടി വളർത്തിയെടുക്കുന്നത് ക്രിസ്തുവിനോട് പകർത്തിയെടുക്കുന്ന ആ മൂന്നാമതിൽ കൂടി നമുക്ക് ഈ അന്ധകാര ശക്തിയോട് പോരാടാൻ കഴിയും. This is the process what we call discipleship. Shishyatam. Discipleship is the third assignment for the body of Christ. ആമേൻ. ക്രിസ്തുവിന്റെ സഭയിൽ മൂന്നാമതായി പറയുന്നത് ശിഷ്യത്വം. അതിൽ കൂടിയാണ് നമ്മൾ പോരാടാൻ കഴിയുന്നത്. Number 4, amen, it is to demonstrate God's love and God's compassion to a hurting and dying world. ആമേൻ. ഈ ചത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് മുമ്പാകെ ദൈവ സ്നേഹത്തെയും ദൈവത്തിന്റെ കരുണയും പകർന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. Again, please go home, read these verses and meditate on these 4 points. These are the 4 assignments of the church of God. ആമേൻ. ദൈവ സഭയ്ക്ക് മേൽ പകർന്നിരിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് ഭവനത്തിൽ പോയത്. To accomplish this assignment on the day of Pentecost, Jesus gave his spirit to the church. ആമേൻ. ഈ 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ തക്കവണ്ണം ക്രിസ്തു അവരുടെ മേൽ അഭിഷേകത്തെ പകർന്നു. ക്രിസ്തു അവന്റെ സഭയുടെ മേൽ അവന്റെ ആത്മാവിനെ അയച്ചു. എന്തിനാ? ഈ 4 ദൗത്യങ്ങളും നിവർത്തിക്കാൻ വേണ്ടിയാ. ആമേൻ. He gave his spirit to the church to fulfill, amen, these 4 assignments. ആമേൻ. ഈ 4 കാര്യങ്ങൾ നിവർത്തീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് മേൽ പകർന്നു. What happened, amen, when, amen, the spirit came upon
them. എന്താണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? Number one, they received the anointing of God. ഒരു ദൈവത്തിന്റെ അഭിഷേകമാണ് അവരുടെ മേലേക്ക് വന്നത്. What is the anointing? എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? It is the supernatural power that comes from the Spirit of God. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ ശക്തിയാണ് anointing എന്ന് പറയുന്നത്. Oh church, this morning we have an anointing. We have a power from above. ആമേൻ. എന്നെ കേൾക്കുന്ന സഭയെ, നമുക്ക് നമ്മുടെ മേൽ ഒരു ബലമായ അഭിഷേകമുണ്ട്. ഉയരത്തിൽ നിന്ന് ഒരു അദൃശ്യ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. This morning let me ask you, as Apostle Paul asked, have you received the Holy Ghost since you first believed? ആമേൻ. നിങ്ങൾ വിശ്വസിച്ചത് തൊട്ട് നിങ്ങൾക്ക് ഒരു അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ വന്നിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ അവിടെ ചോദിച്ച പോലെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. Amen. ആമേൻ. Jesus told the disciples, you must tarry in Jerusalem until you receive this. ആമേൻ. നിങ്ങൾ ഇത് പ്രാപിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ വസിക്കണമെന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞു. We live in a time and a day when everything is instant. ആമേൻ. പെട്ടെന്ന് എല്ലാം സംഭവിക്കണമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പം See, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. when we were growing up, the fastest internet we had was DSL internet. ആമേൻ. നമുക്ക് ഏറ്റവും വലിയ പെട്ടെന്ന് അതിവേഗതയുള്ള ഇന്റർനെറ്റും DSL ഇന്റർനെറ്റുമാണ് നമ്മൾ. You have no idea what I'm talking about. This is the internet that comes through the phone line. ആമേൻ. ഫോൺ ലൈനിൽ കൂടി കടന്നു വരുന്ന ഇന്റർനെറ്റ് പറ്റിയാണ് And you പറയുന്നത്. connect your computer and it goes beep, 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 beep. That's it trying to connect. ആമേൻ. നിങ്ങൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ലഭിക്കും. For us to watch a YouTube video, a 5-minute YouTube video, you have to load the YouTube video and then you have to press pause so it can buffer. ആമേൻ. നിങ്ങൾ യൂട്യൂബ് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഒരു പക്ഷേ ബഫർ ചെയ്ത് അത് ലോഡ് ചെയ്യാൻ And you have to wait for it to buffer for you to watch the video. ആമേൻ. യൂട്യൂബ് വാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. If you ordered something, you had to wait 1 month before that some item comes to your house. എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ഒരു മാസം എടുക്കുമായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ആ ഐറ്റം വരണമെങ്കിൽ. That was the generation we lived in. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. Now we got high speed internet. ആമേൻ. നമുക്ക് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഉണ്ട്. There's no such thing as buffering. ആമേൻ. അങ്ങനെ ബഫറിന്റെ ഒരു കാര്യമൊന്നുമില്ല. And these days, people move so quick. ആമേൻ. വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുക. Everything is instant, everything is quick. ആമേൻ. പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നമ്മുടെ മുമ്പിലായിരിക്കുന്നു. Thank God for Amazon Prime same day delivery. ആമേൻ. ആമസോൺ പ്രൈം സെയിം ഡേ ഡെലിവറി പോലും നമ്മുടെ മുമ്പിൽ ഒറ്റ വിരൽ തുമ്പിലുണ്ട്. And when everything is so quick and instant, we have this thinking that I also can receive the anointing from God so quick and instant. ഈ ലോകപരമായ എല്ലാം ഒറ്റ വിരൽ തുമ്പിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് ഒറ്റ വിരൽ തുമ്പിൽ നമ്മുടെ മേൽ വരണമെന്ന്. But for you to receive the Holy Spirit, that's not an instant quick thing. You need to wait in God's presence. ആമേൻ. ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങൾ യഥാർത്ഥമായി വരണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി യഥാർത്ഥമായി ക്ഷമയോടെ കാത്തിരിക്കണം. But let me ask you something. Do you have a genuine desire to receive the Spirit of God? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ലഭിക്കണമെന്നും നിങ്ങൾക്ക് യഥാർത്ഥമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? Everybody will say yes, I have a desire. എല്ലാവരും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് വിളിച്ചു പറയും. But have you at any point asked the pastor of this church, Pastor, can you come to my house and pray for me so that I can receive the Holy Spirit? സഭയിലായിരിക്കുന്ന പാസ്റ്ററിനോട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് അഭിഷേകം ലഭിക്കണമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ എന്തെങ്കിലും പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? Pastor Andrew, I want to receive the Holy Spirit. Can I come over to your house and spend some time in prayer with you? ആമേൻ. പാസ്റ്റർ ആൻഡ്രൂവിനോട് ഒരുപക്ഷേ എനിക്ക് അഭിഷേകം പ്രാപിക്കണം, ഞാൻ അങ്ങയുടെ ഭവനത്തിൽ വന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? Some of your parents sitting here, when they wanted to receive the Spirit of God, pastor used to go to their house, they used to go to pastor's house, and that kind of prayer went on for weeks and months, and it is through that process that some of them received the baptism of the Holy Spirit. ഇവിടെ ആയിരിക്കുന്ന ചില മാതാപിതാക്കള് അവരുടെ കാലഘട്ടം എടുക്കുമ്പോൾ ഈ പാസ്റ്റർ അവരുടെ ഭവനത്തിൽ കടന്നു പോകുന്നു, അവർ പാസ്റ്ററുടെ ഭവനത്തിൽ കടന്നു പോകുന്നു, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മാസങ്ങളെടുത്ത് ദൈവാത്മാവ് അവരുടെ ഭവനത്തിലേക്കും അവരിലേക്കും വീഴുവാൻ. And it was in those prayer meetings we saw them receive the baptism of the Spirit. അങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടായ്മകളിലാണ് ഉയരത്തിൽ നിന്ന് അഭിഷേകത്തിന്റെ ശക്തി അവരുടെ മേൽ വീണെന്ന് ഞാൻ കാണുന്നു. And now my question to you is, your next generation, you are the next generation, you claim to have the same desire, but you have never asked for prayer about this. ആമേൻ. ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു? What I'm saying is this: the servants of God are here to minister to the church, and if you have a desire, you ask them, lay hands on me, you pray for me, let me pray with you, I need the Holy Ghost. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന യഥാർത്ഥമായി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹല്ലേലൂയ. You never ask, you never take any step, but you say, I want to receive. This is a joke.
യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ദൈവമേ അപ്പാ ഹല്ലേലൂയ. If you are serious about wanting to receive the baptism of the Holy Ghost with the evidence of tongues, you come and pray. We're going to see the hand of God move. അന്യഭാഷ അടയാളത്തോടു കൂടി നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് യഥാർത്ഥമായി ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഭവനത്തിൽ കടന്നു വന്ന് യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക. Carrying in the presence of the living God. ആമേൻ. ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ ദൈവസ്ഥാനം തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാനാണ്. Number 2, when the Spirit of God came on them, they received the authority from God. അഭിഷേകം ലഭിച്ച പൈതലിന്റെ മേൽ അധികാരവും ഉണ്ടായിരിക്കുമെന്ന് വിളിച്ചു What പറഞ്ഞു. is the authority? എന്താണ് അധികാരം എന്ന് പറയുന്നത്? That is the legal jurisdiction of where your power can be exercised. എവിടെയാണ് നിങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത്? ജൂറിഡിക്ഷന് ആ പരിധിയാണ് പറയുന്നത്. Amen. So a police officer has the power to arrest. ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. He has the right to use his gun. അവന്റെ ഗൺ ഉപയോഗിക്കാൻ കഴിയും. But Delaware State Police can only has the authority within Delaware. എന്നാൽ ഡെലവേറുള്ള പോലീസുകാരന് ഡെലവേറിൽ മാത്രമേ അവന്റെ അധികാരം ഉപയോഗിക്കാൻ He കഴിയത്തുള്ളൂ. cannot go to Pennsylvania and say, "Oh, I'm a police officer there, so I can do it there, I can do it here." പെൻസിൽവാനിയ പോയിട്ട് ഡെലവേറിൽ ഒരു പോലീസുകാരന് അവന്റെ അധികാരം ഉപയോഗിക്കാൻ കഴിയത്തില്ല. No, your authority is limited to Delaware. You can only focus in that area. നിങ്ങൾ അവരുടെ അധികാരം ഡെലവേറിലാണെങ്കിൽ ഡെലവേർ മാത്രമേ അവരുടെ അധികാരം You ഉപയോഗിക്കാൻ കഴിയൂ. understand the difference? Some of the things we are not able to deal with as a church, not because we lack the power, we are lacking authority. നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് അധികാരത്തിന്റെ അഭാവം കൊണ്ടാണ് ചിലതൊന്നും ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ These days കഴിയാത്തത്. the Spirit of God told me to change my prayer. Not just to pray for more anointing, pray for more authority. അഭിഷേകത്തിന് ഉപരിയായിട്ട് അധികാരത്തിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കണമെന്ന് യഥാർത്ഥമായി ദൈവാത്മാവ് പറയുന്നു. ദൈവസഭ അധികാരം ഏറ്റെടുക്കുന്ന ദിവസങ്ങളാണ്. These are the days where the church should take up their authority. അഭിഷേകത്തിന് ഉപരിയായിട്ട് ഈ സഭയ്ക്കകത്തേക്ക് അനവധിയായ അധികാരങ്ങൾ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Number 3, authorization, അനുവാദം. മൂന്നാമതായി അനുവാദത്തെ പറ്റി പറയുന്നു. See, a police officer has the authority and has the power, but if he needs to enter your home, he needs a warrant from high command. അഭിഷേകമുണ്ട്, അധികാരമുണ്ട്, എന്നാൽ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ഭവനത്തിനകത്തേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. Warrant ഇല്ലെങ്കിൽ, the legal right to exercise that authority and power. It doesn't matter how much authority and power he has, he cannot step one foot into your home unless he has a legal permission to do so. പോലീസുകാരന് നമ്മുടെ ഭവനത്തിനകത്ത് കയറണം യഥാർത്ഥമായി വാറന്റ് ഉണ്ടെങ്കിൽ, ആ അനുവാദം ഉണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്തേക്ക് കയറാൻ കഴിയും. Church, you need not only anointing, not only you need authority, you need the authorization from above. അഭിഷേകം ഉണ്ടാകണം, അതുപോലെ തന്നെ അധികാരം ഉണ്ടാകണം, എന്നാൽ അതിനുപരിയായിട്ട് ഉയരത്തിലുള്ള അനുവാദം എനിക്കും നിങ്ങൾക്കും ഈ സഭയ്ക്കകത്തും ഉണ്ടായിരിക്കണം. That's when the Spirit of God will give you നമ്മൾ അമ്മ പറയുന്നത് ദൈവിക നിയോഗങ്ങൾ, the divine leading, the divine assignments to go deal with certain things. ചില കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ ഉയരത്തിലുള്ള ദൈവ നിയോഗമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? Praise the Lord. Hallelujah. Look how glorious his church is. ഈ സഭ അത്രമാത്രം മഹത്വത്തോടെയാണ് കടന്നു വന്നത്. സഭയ്ക്ക് വേണ്ടുന്ന എല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. He has done everything for the church. ഈ സഭയ്ക്ക് വേണ്ടുന്നതെല്ലാം ഉയരത്തിൽ നിന്ന് ദൈവപിതാവ് നമുക്ക് നൽകിയിട്ടില്ലേ? So then the question is why we are not able to be victorious over the kingdom of darkness. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പിശാചിന്റെ രാജ്യത്തിന്മേൽ നമുക്ക് ജയോത്സവം നടക്കുവാൻ കഴിയാത്തെന്നൊരു ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. The kingdom of darkness hinders the church of God. ദൈവത്തിന്റെ സഭയെ തടസ്സപ്പെടുത്തുന്ന അധികാരത്തിന്റെ അന്ധകാരത്തിന്റെ പിശാചിന്റെ രാജ്യമുണ്ട്. There are 3 D's. How does the kingdom of darkness hinder? Number 1, through disunity. അനൈക്യമായ ഐക്യതയില്ലായ്മയാണ് ഒന്നെന്ന് പറയുന്നു. Number 2, through തെറ്റായ പഠിപ്പിക്കൽ, the wrong deceiving doctrine. തെറ്റായ പഠിപ്പിക്കലുകൾ രണ്ടാമതായി വരുന്നു. Number 3, disobedience. അനുസരണക്കേട് മൂന്നാമതായി വരുന്നു. I call that sin. അതിനെ പാപം എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. These are the ways that the kingdom of Satan can hinder the body of the church of God. ഒരു ദൈവത്തിന്റെ സഭയുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 3 കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. Amen.
This morning, I want to focus on that third one, sin. ആമേൻ. മൂന്നാമത്തെ കാര്യമായ ഡിസോബീഡിയൻസ് അല്ലെ പാപത്തെ പറ്റി ഞാൻ നോക്കുന്നു. Amen. How do we deal with sin in the church? ആമേൻ. ഈ സഭയ്ക്കകത്തെ പാപത്തെ നാം എങ്ങനെ ഡീൽ ചെയ്യും? There are 4 stages of how we address sin. ആമേൻ. 3 സ്റ്റേജിൽ കൂടി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന പാപം. I'm going to end here very quickly. Bear with me. Number 1, amen. There is a stage of where we sin out of ignorance. ആമേൻ. അറിവില്ലായ്മ കാലഘട്ടത്തിൽ അറിവില്ലായ്മയിൽ ചെയ്യുന്ന പാപം. Amen. Amen. Some people who come new to the faith, but they don't know. ആമേൻ. വിശ്വാസത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന എന്നാൽ ഒന്നും അറിയാതെ പോലെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവർ വചനം വേണ്ട രീതിയിൽ അറിയില്ല. They don't know the word of God as they should. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ ആഴമായി അറിയാത്ത വ്യക്തി ജീവിതങ്ങളുണ്ട്. They don't know the doctrine. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ ആഴമായി ദൈവ പഠിപ്പിക്കലിനെ അറിയാത്തവരുണ്ട്. Amen. They don't know, amen, to what Bible says. ആമേൻ. ദൈവ വചനം എന്ത് പറയുന്നു, എന്ത് ഓരോ വ്യക്തി കാര്യങ്ങളെ പറ്റി പറയുന്നു എന്ന് അവർ അറിയുന്നില്ല. And so they sin out of ignorance. ആമേൻ. അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന പാപം. What is the responsibility of the church? ആമേൻ. എന്താണ് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? It is to teach the word of God to that individual. അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തെ കണ്ടിട്ട് അവരെ ദൈവവചനമായി പഠിപ്പിക്കണം. Brother, this is what the Bible says. This is why it's right. This is why this is wrong. ആമേൻ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് സഹോദര പറയുന്നത്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ രണ്ടായി അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. Praise the Lord. And for some people, that will be it. They will, oh, I didn't know. They confess, they repent, they ask God forgiveness. No more a problem. ആമേൻ. അത് കേൾക്കുന്നുണ്ട്, ഓക്കെ ആവോ, ഞാൻ എനിക്കിത് അറിയത്തില്ല, ഏറ്റുപറഞ്ഞ മാപ്പ് പറഞ്ഞ് ദൈവത്തോട് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്തു വരുന്നത് കാണും. But some people move on to stage 2. എന്നാൽ സ്റ്റേജ് 1 നിരാകരിച്ചുകൊണ്ട് എന്നാൽ സ്റ്റേജ് 2 കടന്നു പോകുന്നവരുണ്ട്. I mean, what is stage 2? എന്താണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്? Stage 2 is, I know now the truth, but the problem is I am not able to overcome that sin. ആമേൻ. സത്യം അറിയാമെങ്കിൽ പോലും, ദൈവവചനം അറിയാമെങ്കിൽ പോലും, എന്നാൽ അതിനെ അപക്വമായി അതിനെ ഓവർകം ചെയ്തു പോകുന്നു. I don't want to sin. ആമേൻ. എനിക്ക് പാപം ചെയ്യണ്ട, I want to be holy. എനിക്ക് വിശുദ്ധിയോടെ നടക്കണം. But when the pressure comes, എന്നാൽ ബാഹ്യ പ്രേരണകൾ ശക്തികൾ കടന്നു വരുമ്പോൾ, when that temptation comes, എന്നാൽ പ്രേരണകൾ കടന്നു വരുമ്പോൾ I am not able to resist that. എനിക്ക് അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. My spirit man is not strong enough to overcome that. എന്റെ ആത്മീയത അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക്. They sin out of weakness. ആമേൻ. ഇത് ബലഹീനതയിൽ നിന്ന് ഉടലെടുക്കുന്ന They പാപം. sin because of their spiritual immaturity. ആത്മീയ അപക്വതയിൽ നിന്ന് ഉടലെടുക്കുന്ന പാപം. What is the responsibility of the church? എന്താണ് ഈ സഭയ്ക്കകത്തുള്ള ഉത്തരവാദിത്വം? I take that individual ആ വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിച്ചിട്ട് and I pray with them. അവനോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് And I have to lead them to the life of the fullness of the Spirit. അവൻ ആത്മീയതയെ പൂർണ്ണതയിലേക്ക് അവനെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. ആത്മനിർവന്റെ അനുഭവത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കാൻ I have to lead them so where they can receive the filling of the Spirit. അങ്ങനെ നയിക്കുമ്പോഴാണ് ഉയരത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുന്നത്. Why? Because when I cannot live a holy life on my own. അവൻ എനിക്ക് എന്റേതായ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? No matter I can do all, I can try my best, I will fail. അവൻ ഞാൻ എന്റെ കഴിയാവുന്ന പ്രയത്നങ്ങളെല്ലാം ചെയ്യുന്നാൽ അവിടെയെല്ലാം ഒരു തോൽവിയായി മാറുന്നു. My spirit man will never be strong enough to overcome that temptation. എന്റെ മുമ്പിലായിരിക്കുന്ന പ്രേരണകളെ എതിർക്കാൻ തക്കവണ്ണം എന്റെ ആത്മീയ ശക്തി അവന് കഴിയുന്നില്ലല്ലോ. But when the Holy Spirit come and help me, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വരുമ്പോൾ the power of the Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ I am able to overcome that temptation. ഈ പ്രേരണകളെല്ലാം എതിർക്കാൻ നമുക്ക് കഴിയുന്നു. And the Spirit makes me strong in the Lord. അവനെ കർത്താവിന് ശക്തിയോടെ നിൽക്കുവാൻ ഉയരത്തിലെ ശക്തി എന്നെ വ്യാപരിക്കുന്നു. Praise God. ആമേൻ. Yes. So some people, once they receive the Spirit of God, they're good. They're able to live a holy life. ആമേൻ. ചിലർ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞ് പിന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. But some people move on to stage 3. ആമേൻ. എന്നാൽ അവിടെ നിന്നും കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 നിന്ന് സ്റ്റേജ് 3 കടന്നു പോകുന്നു. Stage 3 is where I sin intentionally. ആമേൻ. ഇന്റൻഷനായിട്ട് അവർ പാപം ചെയ്തുകൊണ്ട് പോകുന്നു. മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യും. തെറ്റാണെന്ന് അറിയാം. I know it's wrong, but I really don't care. I'm going to do this. ആമേൻ. തെറ്റെന്ന് അറിഞ്ഞിട്ട് പോലും പാപം ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തി ജീവിതം. I mean, you notice a difference. See, the people in stage 2, they felt bad about what they did. അവൻ താൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി തെറ്റെന്നുള്ളൊരു ബോധം വന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ അവർ തെറ്റ് ചെയ്തു, പക്ഷെ അവർ അതിനെ കുറിച്ച് ഒരു വിഷമം, ഒരു പശ്ചാത്താപം, they feel genuinely, oh man, I shouldn't have done that. But stage 3, they're not that way. They are very proud of what they did. അവൻ ചെയ്തത് തെറ്റെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കൂട്ടമുണ്ട് സ്റ്റേജ് 2. എന്നാൽ സ്റ്റേജ് 3 മനഃപൂർവ്വമായി
തെറ്റെങ്കിൽ പോലും പാപമെങ്കിൽ പോലും അതിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു They're so കൂട്ടം. proud. They go and tell, hey, guess what I got away with? ആമേ, അഭിമാനത്തോടെ ഞാൻ ചെയ്ത പാപം ഇതാണ് ഈ പാപമാണ് ഞാൻ ചെയ്തതെന്ന് അവർ അഭിമാനത്തോടെ പറയുന്നു. Intentional sin. മനഃപൂർവ്വമായി ചെയ്യുന്ന പാപം. Let's go through the scripture. Amen. What should we do with such a person? അങ്ങനെയുള്ളവരുമായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദൈവസഭയിലകത്ത് മനഃപൂർവ്വം പാപം ചെയ്യുന്ന ആളുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? Verse number 4 reads like this: in the name of the Lord Jesus Christ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ When you are gathered together along with my spirit with the power of the Lord Jesus Christ, deliver such a one to Satan for the destruction of the flesh, that his spirit may be saved in the day of the Lord Jesus. ആമേൻ. 4ഉം 5ഉം വായിക്കുമ്പോൾ 4ആം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. Stage 3 is when you are intentionally sinning and not refusing to comply to the word of God. Amen. You are handed over to Satan. Amen. ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കാതെ മനഃപൂർവ്വമായി പാപം ചെയ്യുമ്പോൾ നിങ്ങളെ ന്യായവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. സ്റ്റേജ് 3 പറയുന്നു. Stage 1 and 2 you are under the covering of the church. Amen. സഭയ്ക്കകത്ത് നിയന്ത്രണത്തിലാണ് സ്റ്റേജ് 1 സ്റ്റേജ് 2. But in stage 3, amen, that covering, that protection is lifted off of you. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേലുള്ള ആ മൂടുപടം മാറിപ്പോകുക, സഭയുടെ മൂടുപടം മാറിപ്പോകുക ചെയ്യുന്നു. And then begins the fastest downward cycle in your life. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിവേരുകളിലേക്ക് അടിത്തട്ടിലേക്ക് നിങ്ങൾ താഴെ വീഴാൻ പോകുക. Stage 3 cannot be reversed. ആമേൻ. സ്റ്റേജ് 3 ൽ നിന്ന് പിന്നെ മുമ്പോട്ട് കടന്നു വരുവാൻ കഴിയത്തില്ല. Amen. Stage 3 cannot be stopped halfway. ആമേൻ. പകുതി വഴിക്ക് നിർത്തിയിട്ട് കടന്നു വരാൻ കഴിയാത്ത You will അവസ്ഥ. go down and you will hit rock bottom. ആമേൻ. ആ സ്റ്റേജ് 3 ൽ നിങ്ങൾ പോയി അവസാനം പാറയ്ക്കടിത്തട്ടിൽ വീണ് ഇടിച്ചു വീഴും. But the Bible says in that rock bottom moment, ആമേൻ, ആ പാറയുടെ അടിത്തട്ടിൽ കിടന്നിട്ട് in the lowest point, if you cry out to God, your soul may still be saved. ആമേൻ. ആ പാറയുടെ അടിത്തട്ടിൽ നിന്ന് വീണ് നിലവിളിക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ Amen. Before stage 3 starts, amen, the Spirit of God will give you warning after warning after warning. ആമേൻ. സ്റ്റേജ് 3 മുമ്പ് മുന്നറിയിപ്പ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു. Before stage 3 starts, God's Holy Spirit will say, cry and pray. ആമേൻ. സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. I became scared when I meditated this. ആമേൻ. ഈ വചനം ധ്യാനിച്ചപ്പോൾ വളരെയധികം ഭയം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. താമസമില്ലാതെ സ്റ്റേജ് 3 ഇനി ആരംഭിക്കാൻ പോവാ. യേശുവേ, ഈ നിലയിൽ നിങ്ങൾ കരഞ്ഞു രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ ഒരു സ്റ്റേജ് 3 കാലഘട്ടത്തിലേക്ക് കടന്നു പോകാൻ പോവാ. പറഞ്ഞിട്ടും ചിലർ, some of you are sitting there like a frozen pizza, but the word of the Lord is true. Mark my words. Amen. Some of the people are getting ready to step into stage 3. ആമേൻ. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് പോയ ഒരു പക്ഷേ തുറഞ്ഞവരെ പോലെ ഇരിക്കുന്നെങ്കിൽ വിടുതല യേശുവിന്റെ നാമത്തിൽ യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് ചലിക്കട്ടെ, ചിലത് ഉരുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സംഭവിച്ചേ മതിയാവും. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞു യേശുവിന്റെ നാമത്തില് ഒരു ഏറ്റുപറയലിന്റെ അവസരം. Stage 3 is going to start soon. ആമേൻ. സ്റ്റേജ് 3 വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ ഇടയുണ്ട്. If that person cries out, ആമേൻ, the consequences will be lifelong and permanent, but he can still reach eternity. ആമേൻ. ആ പേഴ്സൺ അത് ഏറ്റെടുത്ത് കരയുവാണെങ്കിൽ അവന്റെ നിത്യതയിലേക്ക് ഒരു പക്ഷേ പോകാൻ സാധ്യതയുണ്ട്.
But some people at that point, their heart will become so hard. അപ്പോഴും തന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. And they go to stage 4. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ സ്റ്റേജ് 4ലേക്ക് കടന്നു പോകും. Stage 4, book of Hebrews chapter 6 and Hebrews chapter 10. I don't have time to read it. Amen. Actually, you know what? Let's put the verse there because some of you are looking at me like I'm crazy here. Amen. Hebrews chapter number 6 verse 4. Put that on the screen, please. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:4 കടന്നു വരുമ്പോൾ It says that it is impossible for those who are once enlightened, have tasted the heavenly gift, and have become partakers of the Holy Spirit. Next, please. Amen. And have tasted the good word of God and the powers of the age to come. ആമേൻ. If they fall away, to renew them again to repentance, since they crucify again for themselves the Son of God and put him to open shame. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുക കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. Please also read Hebrews chapter 10 verse 26 to 29. 10:24-29 വരെ വായിക്കുമ്പോൾ 26 to 29. Hebrews 10 verse 26 to 29. ആമേൻ. 26-29 വരെ വായിക്കുമ്പോൾ If we sin willfully after we have received the knowledge of the truth, ആമേൻ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ there remains no longer a sacrifice for sin, ഒരു യാഗവും ശേഷിക്കാതെ but a certain fearful expectation of judgment and fiery indignation. ആമേൻ. മനഃപൂർവ്വം പാപം ചെയ്യുമ്പോൾ ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും. Now, I am not preaching Pastor Andrew's opinion. I am preaching the word of God. ഒരു പാസ്റ്റർ ആൻഡ്രൂവിന്റെ ഒരു അഭിപ്രായമല്ല, ദൈവവചനം എന്തു പറയുന്നു അതാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. Either you believe it or you don't. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ. But I'm telling you one thing right now, some of you are playing with God and you don't know what is coming against you. ആമേൻ. ദൈവത്തോട് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്തു കടന്നു വരുമെന്ന് പോലും തിരിച്ചറിയാതെ പോകുന്നു. Sin will hinder, amen, the church of God. ദൈവത്തിന്റെ സഭയ്ക്കെതിരായി നിൽക്കുന്ന പാപം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.